ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തീർച്ചയായിട്ടും നാലാമത്തെ ദിവസവും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകളിൽ സെല്ലിംഗ് പ്രഷർ തുടരുകയായിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 15,074 മുകളിൽ ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 137 പോയിൻറ്റ്സിന് മുകളിലുള്ളൊരു ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 14,981 മുകളിലാണ് ഇന്ന് നിഫ്റ്റി എൻഡായിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിലെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 435 പോയിൻറ്റ്സിന് അടുത്തുള്ളൊരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം 745 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ UPL, ഡോക്ടർ റെഡ്ഡീസ്, ഇൻഡസിൻ ബാങ്ക്, HUL, ഗെയിൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സെക്ടറും തന്നെ ഇന്ന് റെഡിലായിരുന്നു. അതിൽ തന്നെ PSU ബാങ്ക് ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ബാങ്കും ഓട്ടോയും മെറ്റലൊക്കെ ഇന്ന് ഡിക്ലൈനിലായിരുന്നു. PSU ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 ദിവസത്തെ ഒരു റാലിക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ടാണ് ഇന്ന് കാണാനായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 5 ദിവസം ഏകദേശം 12% ഒരു റാലിയായിരുന്നു PSU ബാങ്കിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 4 മുതൽ 5% ഇടയ്ക്കുള്ളൊരു കറക്ഷൻ ഇന്ന് PSU ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തു. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 12 സ്റ്റോക്കുകളായിരുന്നു ആകെ അഡ്വാൻസസിലുണ്ടായിരുന്നത്. ബാക്കി 38 സ്റ്റോക്കുകളും ഡിക്ലൈനിങ് മോഡിലായിരുന്നു നിന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ഡിക്ലൈനിങ് മോഡിലാണ് എൻഡായിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞൊരു സപ്പോർട്ട് സോണുകൾ ഏകദേശം 15,000 റേഞ്ചിലുള്ള സപ്പോർട്ട് സോണിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് നിഫ്റ്റി എൻഡായിട്ടുള്ളത്. അതുമാത്രമല്ല ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷനൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ്, ട്രെൻഡിനൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റുകളും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനൊക്കെ ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പ്രധാനമായിട്ടും ബാങ്ക്, ഓട്ടോ, മെറ്റൽ സെക്ടറുകളൊക്കെയാണ് നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ താഴേക്ക് വലിച്ചുകൊണ്ടുപോയത്. ഡെയിലി ചാർട്ടിൽ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ആഴ്ചത്തെ മൊത്തം പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതകളാണ്, അല്ലെങ്കിൽ ബിയേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അതുമാത്രമല്ല 15,000 താഴേക്ക് മാർക്കറ്റ് പോയിരിക്കുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 14,750 റേഞ്ചുകളായിരിക്കും അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് നിഫ്റ്റിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ റിവേഴ്സലിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 15,100 റേഞ്ച്, 100-140 റേഞ്ചുകളായിരിക്കും അടുത്ത ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുക. അപ്പോൾ നമുക്ക് ബിയേഴ്സിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നുകൊണ്ട് നിങ്ങൾ ഒരു ഫ്രഷ് ബൈയിങ് ഒക്കെ കുറച്ചൊന്ന് പ്ലാൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കോഷ്യസ് ആയിട്ട് എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പൊസിഷൻസൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തൊരു ട്രെൻഡ് കൺഫർമേഷനായിട്ട് നിങ്ങളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾക്ക് ഒരു സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35,500 റേഞ്ചുകളാണ് ഈ അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ വീക്ക്ലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. അതായത് ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിലും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, കൺഫർമേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഒരു പ്ലാനിങ് ഒക്കെ അതിനനുസരിച്ച് അപ്പോൾ ആ ഒരു ട്രെൻഡൊക്കെ ഒന്ന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെയും ട്രെൻഡൊക്കെ ഒന്ന് നോക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ US ഫ്യൂച്ചേഴ്സൊക്കെ ഇന്നൊരു പോസിറ്റീവ് മൂഡിൽ ട്രേഡ് ആവുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ട്രെൻഡ് തുടരുന്നു. SGX നിഫ്റ്റി 19 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിക്ലൈൻ കാണുന്നുണ്ട്. ഇന്ന് കറൻസി മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊരു അപ്ഡേറ്റ് ഇല്ല. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നെറ്റ് പർച്ചേസ് ആണ്. എന്നിരുന്നാലും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. 118 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വിത്ഡ്രോവൽ തുടരുകയും ചെയ്യുന്നു. 1,170 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് വിത്ഡ്രോവൽ അവരുടെ ഭാഗത്തു നിന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരും ദിവസങ്ങളിലൊന്ന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിനോട് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാവിലെ മൺഡേ മോർണിംഗ് SGX നിഫ്റ്റി ട്രാക്ക് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ
പ്രധാനമായിട്ടും ടാറ്റ കെമിക്കൽസ്, വി-ഗാർഡ് ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു ബൈയിങ് പ്രഷർ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഫോക്കസിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീണ്ടും നല്ലൊരു റാലി ആയിരുന്നു ജനറൽ ഇൻഷുറൻസ് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ പ്രൈവറ്റൈസേഷനുള്ളൊരു ടോക്കുകളൊക്കെ നടക്കുന്നു എന്നുള്ളൊരു വാർത്തകൾ വീണ്ടും നല്ലൊരു റാലിക്ക് ജനറൽ ഇൻഷുറൻസിന് കാരണമായി. നല്ലൊരു ഗ്യാപ്പ് ഓപ്പണിങ്ങിന് ശേഷം നല്ലൊരു വോളിയത്തോടു കൂടി ട്രേഡ് ആവുകയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ SBI കാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത എൻട്രികൾക്കൊക്കെ നമുക്കിപ്പോൾ ഒരു വെയിറ്റ് ചെയ്യേണ്ടതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് 1020 താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് SBI കാർഡ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഇപ്പോൾ ഒരു സെല്ലിങ്ങിനുള്ളൊരു സിഗ്നൽ ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3046 താഴേക്കൊക്കെ പോയപ്പോൾ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ സിഗ്നൽ ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്വിംഗ് ട്രേഡറൊക്കെ ആണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ട്രാക്ക് ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരാഴ്ച PSU ബാങ്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ റാലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് മെറ്റൽ ആയിരുന്നു റാലി ചെയ്തത്. ബാക്കി എല്ലാ സെക്ടറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാർമ, ഓട്ടോ സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഡോക്ടർ റെഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്പുട്നിക് 5 കൊറോണയ്ക്കായിട്ടുള്ള സ്പുട്നിക് 5ൻ്റെ എമർജൻസി യൂസേജിനുള്ളൊരു പ്രോസസ്സെല്ലാം ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി 25 മുതൽ മാർച്ച് 10 വരെയാണ് ബൈബാക്കിൻ്റെ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പേഷ്യൻ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സബ്സിഡറിക്ക് മോൺ ഹെൽത്ത് സിസ്റ്റവുമായിട്ട് ഒരു കൺസൾട്ടിങ് സർവീസിനുള്ള ഒരു ഓർഡറുകൾ അല്ലെങ്കിൽ അതിനുള്ളൊരു കൺസൾട്ടിങ് സർവീസിനുള്ളൊരു ഒരു അലൊക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അടുത്തായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏകദേശം 5000 വീൽസിൻ്റെ ഓർഡറുകൾ യൂറോപ്പ് കാരവൻ മാർക്കറ്റിൽ നിന്ന് വിൻ ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഡിസംബർ മാസത്തെ ടെലികോം ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ട്രായുടെ ഭാഗത്ത് നിന്ന് പബ്ലിഷ് ചെയ്ത ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഈ ടെലിഫോൺ സബ്സ്ക്രിപ്ഷനിൽ ഒരു മാർജിനലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബറിനെ അപേക്ഷിച്ച് ഡിസംബറിലേക്ക് വരുമ്പോൾ ഒരു മാർജിനലായിട്ടുള്ള ഒരു ഗ്രോത്ത് ടെലിഫോൺ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും മൊബൈൽ സബ്സ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനി കമ്പനി വൈസ് നോക്കിക്കഴിഞ്ഞാൽ എയർടെലിൽ ഏകദേശം 4 മില്യൺ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട്, പുതിയ കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യാനായിട്ട് എയർടെലിന് സാധിച്ചിട്ടുണ്ട്. എയർടെലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജിയോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4,78,000 പുതിയ കസ്റ്റമേഴ്സിനെ ഈ ഒരു ഡിസംബർ മാസം വിൻ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നു. എന്നിരുന്നാൽ വോഡാഫോണും BSNL ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു നെറ്റ് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5.69 മില്യൺ മൊബൈൽ കസ്റ്റമേഴ്സിനെ അവർക്ക് ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സ് ലോസ് ഒക്കെയാണ് മൊബൈൽ സബ്സ്ക്രിപ്ഷനിൽ ഒരു ഡിക്ലൈനിന് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിനെ എല്ലാം റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് സെപ്പറേറ്റ് ഒരു സബ്സിഡറി ആയിട്ട് അവരുടെ സ്വന്തം സബ്സിഡറി ആയിട്ട് മാറ്റാനുള്ള ഒരു ഡിസിഷൻസ് ഒക്കെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓയിൽ കെമിക്കൽ ബിസിനസ്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡീല്, സൗദി ആരാംകോയുമായിട്ടൊക്കെയുള്ള ഒരു ഡീല് കൂടുതൽ വേഗത്തിൽ നടത്താൻ സാധിക്കും എന്നൊക്കെയാണ് റിപ്പോർട്ടുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റിലയൻസിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തായിട്ട് DLFനെ സംബന്ധിച്ചിടത്തോളം ഐക്കിയയുമായിട്ട് ഇവരൊരു ഓർഡറുകൾ സൈൻ ചെയ്തിരിക്കുന്നു. അതായത് നോയിഡയിൽ ഐക്കിയ മാൾ ഏകദേശം 48,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഐക്കിയ മാൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു ഡീല് അവർ സൈൻ ചെയ്തിട്ടുണ്ട് DLFുമായിട്ട്. അതുപോലെ തന്നെ DLFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി DLF സൈബർ സിറ്റി ഡെവലപ്പേഴ്സ് അവർ ഫെയർ ലീഡ് റിയൽ എസ്റ്റേറ്റിൽ ഏകദേശം 51.8% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 779 കോടിയുടെ ഒരു ഡീൽ പ്രകാരമാണ് ഈ ഒരു അക്വിസിഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ DLFനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ന്യൂസുകൾ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ബർജർ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വെസ്റ്റ് ബംഗാളിൽ ഒരു പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ കെമിക്കൽസ് അതേപോലെ തന്നെ പെയിൻറ്റിൻ്റെ നിർമ്മാണത്തിനായിട്ടുള്ള ഒരു
പ്ലാന്റ് ആണ് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 1 ബില്യൺ രൂപ ഇതിൻ്റെ ഈ ഒരു നിർമ്മാണത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഇനിഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MOIL-ഉം അതുപോലെ തന്നെ സെയിലുമായിട്ടുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ സെയിൽ ആൻഡ് MOIL ഫെറോ അലോയ്സ് എന്ന പേരിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ അതവർ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ ആ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പ്ലാൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ വന്നു. കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് പവർ കോസ്റ്റിലേക്കുള്ളൊരു വർധനവ് ഇവരുടെ ഓപ്പറേഷൻസൊക്കെ ഒരു വയബിൾ ആക്കത്തില്ല, സാധ്യമാക്കത്തില്ല എന്ന രീതിയിലാണ് കാരണങ്ങൾ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇവരുടെ ബിസിനസ്സുകളൊന്നും ഇത് ഇമ്പാക്റ്റ് ചെയ്യത്തില്ല എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ നിഫ്റ്റിയുടെ ലെവലുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റോക്കുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.